നല്ല കാലാവസ്ഥയല്ലേ? നീ എന്താ എന്നെ പെട്ടെന്ന് വിളിച്ചാ? അതെനിക്ക് നിന്നെ വിളിച്ചൂടെ? അതൊന്നും അല്ലല്ലോ, എന്തോ ഉണ്ടായിട്ടാണ് നീ എന്നെ വിളിച്ചത്. നീ ഉള്ള കാര്യം പറ. നീ എന്താ ക്യാമ്പയിനകത്തെ? അതിപ്പോ നമ്മളൊന്നും വേണ്ടല്ലോ ഇപ്പൊ പഴയ പോലെ. മെസ്സേജ് അയക്കാൻ വേറെ ആൾക്കാരുണ്ട്, വിളിക്കാൻ ആൾക്കാരുണ്ട്. നമ്മൾ വിളിച്ചാൽ റിപ്ലൈ ഇല്ല, കോൾ എടുക്കത്തില്ല. ഞാൻ ക്യാമ്പിലും കൂടി എല്ലാത്തിനാ വരുന്നത്. നിന്റെ പ്രശ്നം എന്താടാ? നിന്റെ പ്രശ്നം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലൈക്ക് അടിക്കാത്തതോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജിൽ റിപ്ലൈ കൊടുക്കാത്തതൊന്നും എല്ലാം എനിക്കറിയാം. എനിക്ക് ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? എനിക്ക് കുറേ അധികം വേറെ ഫ്രണ്ട്സ് ഉണ്ടെടാ. ഞാൻ എന്നുള്ളൊരു വ്യക്തി, ഞാൻ നിന്റെ ഫ്രണ്ട് മാത്രമല്ല, എനിക്ക് കുറേ റോൾസ് ഉണ്ട് ലൈഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിന്റെ ഒരു വിചാരം എന്താ അറിയോ? നീ വിളിക്കുമ്പോൾ അപ്പോൾ ഫോൺ എടുക്കണം, നിന്റെ മെസ്സേജിന് അപ്പോൾ റിപ്ലൈ ചെയ്യണം. അത് റിപ്ലൈ ചെയ്താൽ നീ വിചാരിക്കുന്നത് ഞാൻ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വേറെ ആൾക്ക് മെസ്സേജ്. ഇത് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ഒരു ലൈഫുണ്ട്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ അമ്മേൻ്റെ മോളാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫ്, അങ്ങനെ ഒരുപാട് റോൾസ് എനിക്ക് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് നിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള റോള് മാത്രമല്ല എനിക്കുള്ളത്. അങ്ങനെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം. നിനക്ക് ഫാമിലി ഉണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഫോൺ എടുക്കാതിരിക്കുന്നത് എന്തെങ്കിലും ഡിപ്രഷനിലോട്ട് പോയിട്ടോന്നറിയോ? അതിന് പുറത്തൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. നിന്റെ പ്രശ്നം, നിന്റെ ഡിപ്രഷൻ, നിന്റെ മെന്റൽ ഹെൽത്ത്, നീ വിളിച്ച ഫോൺ എടുത്ത്. എടാ, നിനക്കൊരു കാര്യം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇറ്റ്സ് ഓൾ അബൌട്ട് യു. നീ അങ്ങനല്ല പറഞ്ഞേ. നീ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നില്ലടാ. ഞാൻ എത്ര തവണ നിന്നോട് എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചു. നീ എപ്പോഴെങ്കിലും എന്നെ കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ നിന്നെ വിളിക്കും, നീ വരും, എന്നിട്ട് പറയുന്നത് നിന്റെ പ്രശ്നങ്ങൾ. ഞാൻ നിന്നെ വിളിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യം കേൾക്കാനുള്ള ആളെന്നുള്ളത് ഞാൻ നിന്നെ വിളിക്കുന്നത്. പക്ഷെ അപ്പോഴും നീ നിന്റെ പ്രശ്നങ്ങൾ, അവിടെ നിന്റെ കാര്യം, നിന്റെ കടം, നിന്റെ ജോലി, നിന്റെ ഗേൾഫ്രണ്ട്, നിന്റെ ഫാമിലി, നിന്റെ ഹെൽത്ത്, എല്ലാം നീ എപ്പോഴെങ്കിലും ഒരിക്കൽ നീ എന്നെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളോടെ കടന്നു എനിക്കറിയൂ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ. നിനക്ക് അറിയായിരിക്കും ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട്, ഞാൻ എവിടെയൊക്കെ വരുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നുള്ളൊരു വ്യക്തിക്കുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയും. നീ എപ്പോഴെങ്കിലും അത് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എടാ, ഇനിയെങ്കിലും എൻ്റെ റിക്വസ്റ്റാ, ഇനിയെങ്കിലും നീ ബാക്കിയുള്ളവർ പറയണത് അങ്ങനെയല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ പറഞ്ഞത് നീ ഇപ്പോഴും നീ ഇന്റർപ്റ്റ് ചെയ്തോണ്ടിരിക്കുക, നീ കേൾക്കാൻ ശ്രമിക്കുന്നില്ല. നീ ദയവ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് കൂടി ചെവി കൊടുക്കടാ. നീ ആരും ചെയ്യത്തില്ല പോലെ. നല്ല കോഫി, ഒരു കോഫി കുടിക്കണം.